സമയത്ത് ഭഗവാൻ പരമശിവന് മഹാദേവന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. കാരണം ഭഗവാന്റെ അടുത്തേക്ക് ആരെങ്കിലും വരണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചാൽ അത് വന്നിരിക്കും, അത് നടന്നിരിക്കും. അങ്ങനെ തന്നെയാണ്. പിന്നെ വേറൊന്നും ഒരു കാര്യം മതി, കലികാലത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ചൈതന്യം കൂട്ടാൻ സാധിക്കുന്നത് ഓം നമ ശിവായ, ഹരേ കൃഷ്ണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഇങ്ങനെ വളരെ വളരെ ചെറിയ ഒരു രണ്ട് വാചകങ്ങളും 4 വാചകങ്ങളും ഒക്കെ ഉള്ള ഈ മന്ത്രങ്ങൾ, ഈ ദേവീ നാമങ്ങൾ, സ്തുതികൾ, ഇതൊക്കെ ചൊല്ലിയാൽ തന്നെ നമ്മുടെ ജീവചൈതന്യത്തിന് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഗുരുജി ഉണ്ട്, അദ്ദേഹം കേൾക്കുമായിരിക്കും. എന്താണ് അദ്ദേഹം പറയാമെന്ന് എനിക്കറിഞ്ഞൂടാ. എങ്കിലും എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം എനിക്ക് പറയാതെ വയ്യ. കാരണം ഭഗവാന് പ്രൊമോഷൻ കൊടുക്കുന്നവർ വിഡ്ഢികളല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു നാണക്കേട് ഫീൽ ചെയ്തു. എന്തിനാണ് ഭഗവാന് പ്രൊമോഷൻ എന്നുള്ളത്? ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാമ്പത്തികം വേണം. അതിന് സാമ്പത്തികം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്താ പറയുക, ഭഗവാൻ തന്നെ വിചാരിച്ചാൽ നടക്കും എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് അറിയാലോ, ഭഗവാൻ എന്ന് പറയുന്നത് ഭക്തജനങ്ങൾ, ഭഗവാനെ ശരിക്കും അടുത്ത് നിൽക്കുന്നവരൊക്കെ ഒന്ന് തന്നെയാണ്. അവർക്കറിയാലോ എങ്ങനെയാണ് ഒരു അമ്പലം നടത്തിക്കൊണ്ടു പോകാനുള്ള കാര്യങ്ങൾ. അതൊക്കെ അതിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് നടന്നോളും. പിന്നെ